മാന്നാർ കുട്ടമ്പേരൂർ വാണില്ലത്തിൽ ഹരിദാസിന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ഗാക് ഫ്രൂട്ട് വിളഞ്ഞു നിൽക്കുന്നത് ആരുടെയും മനം മയക്കും. സ്വർഗത്തിലെ കനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗാക് ഫ്രൂട്ടിന്റെ ദേശം വിയറ്റ്നാമാണ്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ 12-ാം വാർഡിൽ വാണില്ലത്തിൽ ഹരിദാസിന്റെ വീടിന്റെ മട്ടുപ്ലാവിലാണ് ഗാക് ഫ്രൂട്ട് വിളഞ്ഞു നിൽക്കുന്നത്. ആരുടെയും മനം മയക്കുന്ന രീതിയിലാണ് ഇത് വിളഞ്ഞു നിൽക്കുന്നത്. സ്വർഗത്തിലെ കനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗാക് ഫ്രൂട്ടിന്റെ ദേശം വിയറ്റ്നാമാണ്. നാഗാലാൻഡിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ജൂനിയർ എഞ്ചിനീയറായി വിരമിച്ച ഹരിദാസ് ചെങ്ങന്നൂർ സ്വദേശിയിൽ നിന്നും ഒരു ഗാക് ഫ്രൂട്ട് വാങ്ങി അതിന്റെ വിത്തുകൾ മുളപ്പിക്കുകയായിരുന്നു. 10 തൈകൾ വെച്ചതിൽ ഒരെണ്ണം മാത്രമാണ് പെൺവർഗത്തിലുണ്ടായത്. കുമ്മായം വിതറിയ കുഴിയിൽ നട്ടുപിടിപ്പിച്ച് വീടിന്റെ മട്ടുപ്പാവിലേക്ക് പടർത്തി കൊടുക്കുകയായിരുന്നു. പിന്നീട് ദിവസവും രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കും. ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. പഴം മുറിച്ചാൽ കടും ചുവപ്പ് നിറത്തിലാണ് കാണാൻ കഴിയുക. പഴം പാകമാകുന്നതുവരെ 4 നിറങ്ങളിൽ ഗാക് ഫ്രൂട്ടിനെ കാണാൻ കഴിയും എന്നതാണ് ഏറെ സവിശേഷത. പച്ചയിൽ തുടങ്ങി ചുവപ്പിലെത്തുമ്പോഴാണ് പഴം വിളവെടുക്കാൻ പാകമാകുന്നത്. ഒരു ചെടിയിൽ നിന്ന് വർഷങ്ങളോളം കായ്ഫലം ലഭിക്കുമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പഴം ജ്യൂസായും ഇല തോരൻ വെച്ചും ഉപയോഗിക്കാം. ഇല മുതൽ വിത്ത് വരെ ഗുണങ്ങൾ നിറഞ്ഞ ഗാക് ഫ്രൂട്ടിന് പാവലിനോട് സാമ്യമുള്ളതിനാൽ മധുര പാവൽ എന്നൊരു പേരുമുണ്ട്. 1000 രൂപ മുതൽ 1500 രൂപ വരെയാണ് വിപണിയിൽ ഗാക് ഫ്രൂട്ടിന്റെ വില. വലിയൊരു പഴത്തിൽ നിന്നും ഏകദേശം 10 മുതൽ 20 വരെ വിത്തുകൾ ലഭിക്കും. നേരിയ ചവർപ്പ് രുചി ഉണ്ടെങ്കിലും വൈറ്റമിൻ സി, മൂലകങ്ങൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഗാക് ഫ്രൂട്ട്. ബേസ്മെന്റ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂരിലാണ്. ഇതിൻ്റെ മെഡിസിൻ കാര്യങ്ങളും എല്ലാം സിംഗപ്പൂരിലാണ് ഉണ്ടാക്കുന്നത്, ആക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ഈ കുരുവിനകത്ത് ഉള്ളത് കൊണ്ട് ഓയിലെടുക്കും. അതായത് 1 കിലോ ഓയിലിന് 20,000 രൂപ 1 കിലോ ഓയിലിന്. അത് പിന്നെ മെഡിസിൻ ഉണ്ടാകുന്നുണ്ട്, നല്ല നല്ല സോപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, ബാത്തിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് ഞാൻ തന്നെ ആ കുരു കിളിപ്പിച്ചെടുത്തു. അങ്ങനെ 10 ചെടിയുണ്ട് ഇതിൻ്റെ തന്നെ. 10 ചെടിക്കകത്ത് ഒരു ചെടി മാത്രം പെണ്ണായിട്ടുള്ളൂ. ഇതിന് പെണ്ണും ആണും ഉണ്ട്. പെണ്ണും ആണും പൂക്കളുണ്ട്. അപ്പം അതിൽ ഒരെണ്ണം മാത്രം ബാക്കിയെല്ലാം ആൺപൂവാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പോളിനേഷൻ നടത്തണം. അതിൻ്റെ പൂവെടുത്തിട്ട് ഇതിന് പരാഗണം അത് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോഴേ കായായിട്ട് കിട്ടുന്നത്. നമുക്കതങ്ങ് തിരിച്ചറിയാൻ പറ്റുമോ? അതിനുള്ള അടയാളങ്ങളുണ്ട്. ഈ ചെറിയ ഇതുണ്ട്, ഇതിന്റെ അടിയിൽ ഒരു ചെറിയ ഒരു ഇതുപോലെ ഇതിന്റെ ചെറുതൊരെണ്ണം വരും. ഇതേ പൂവാ, ഇതളുകൾ ഇങ്ങനെ നിൽക്കും. അത് നമ്മളൊന്ന് അകത്തി വെച്ച് മറ്റേതും അതുപോലുള്ള പൂവ്. അതിന് അങ്ങനത്തെ സാധനം ഇല്ല, വെറുതെ പൂ അങ്ങാവുക ചെയ്യുന്നത്. അത് പൂ മാത്രം. അത് ഇതിലോട്ടൊന്ന് ടച്ച് ചെയ്യിക്കാന്ന് മാത്രമേ ഉള്ളൂ. മാന്നാർ കൃഷി ഓഫീസർ PC ഹരികുമാർ വീട്ടിലെത്തി ഹരിദാസിന് കൃഷിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഹരിദാസിന്റെ ഭാര്യ ഗീത ഹരിദാസും കൃഷിക്ക് പിന്തുണ നൽകി ഒപ്പം ചേരുന്നു. അഹമ്മദാബാദിൽ ജോലി ചെയ്യുന്ന സുധിൻ ഹരികൃഷ്ണയും അബുദാബിയിലുള്ള നിതിൻ ഹരികൃഷ്ണയുമാണ് ഇവരുടെ മക്കൾ. ഡോക്ടർ സ്വാതി കൃഷ്ണ, നീതു ചന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. കുടുംബത്തിന്റെ വലിയ പിന്തുണയാണ് ഹരിദാസിനുള്ളത്. CDN ന്യൂസ്, മാന്നാർ.